നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തുവാടേ ധനഞ്ജൻ പിള്ളേ, നീ കുളിപ്പിച്ച് കുഞ്ഞില്ലാതെ ആക്കുവോ? നമ്മളെ ഒരു വാഹനം ഉപയോഗിക്കുമ്പോഴേ ആ വണ്ടി നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കരുതണച്ചാ. നമ്മൾ ആഹാരം കഴിക്കുമ്പോ വണ്ടിക്ക് നമ്മൾ പെട്രോൾ അടിക്കണം. അതുപോലെ നമ്മൾ കുളിക്കുമ്പോ നമ്മുടെ വണ്ടിയും കുളിപ്പിക്കണച്ചാ. എടാ, അല്പന അർത്ഥം കിട്ടിയാലേ അർദ്ധരാത്രിയിലും കൊട പിടിക്കുന്നു പറഞ്ഞത് നിന്നെ പോലുള്ളവരെ കുറിച്ചാ. നിന്റെ വണ്ടിയെ ഒന്നിനും രണ്ടിനും പോകാത്തത് നിന്റെ ഭാഗ്യം. അച്ഛനെന്നെ കളിയാക്കൊന്നും വേണ്ട. ജീവിതത്തിലെ ആദ്യമായിട്ടൊരു സ്കൂട്ടർ സ്വന്തമാക്കിയ സന്തോഷം എനിക്കുണ്ട്. അതിന്റെ പേര് അല്പത്തരം എന്നാണെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എടാ, ഈ വണ്ടി വാങ്ങിയതിന്റെ സന്തോഷേ അതിനെങ്ങനെ തേച്ച് കുളിപ്പിച്ചിട്ടാണോടാ കാണിക്കണ്ടേ? എല്ലാം ആവശ്യത്തിന് വേണം. അധികമായാൽ ആളുകൾ അതിനെ അല്പത്തരം എന്ന് പറയും. ചായ വന്ന് കുടിക്കടേ. ഭക്ഷണത്തിന് വിളിക്കുമ്പോൾ ധൃതി. വണ്ടി കഴിഞ്ഞു. ഞാൻ ചായ കുടിക്കുമ്പോഴേക്ക് ഈ തുണി കൊണ്ട് നീ ആ വണ്ടി ഒന്ന് നീറ്റായി തുടച്ചു വെച്ചേക്ക്. അതെന്തിനാ ഇവളെ ഏൽപ്പിക്കുന്നത്? നിന്റെ പെണ്ണും പിള്ളിയില്ലേ ഇവിടെ? അല്ല, അനിത പെട്ടെന്ന് ചായയായിട്ട് വന്നോണ്ടാ. അല്ലെങ്കിൽ ഞാൻ തന്നെ വണ്ടി തുടച്ചേനെ. അച്ഛാ, അനിതയൊന്ന് വണ്ടി തുടച്ചതുകൊണ്ട് അവളുടെ കയ്യിലെ വളയൊന്നും ഊരിപ്പോയില്ലല്ലോ. ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ആവാം. ഞാൻ തുടച്ചോളാം അച്ഛാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അനിതരത്തി, അതോടെ വെച്ചിട്ട് ഇത് വാങ്ങി അടുക്കള കൊണ്ടുവച്ചേ. അതിങ്ങി തന്നേരെ ശബരി, ഞാൻ കൊണ്ടുവയ്ക്കാം. കൊണ്ടുവച്ചാ പോരാ, ഇതിപ്പൊ തന്നെ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തു വെക്കണം. അത് ചേച്ചി ചെയ്യോ? നീ അവൻ പറയുന്നത് കേട്ടില്ലേ അരിന്തേ? നിന്റെ ജോലിയെ ഇവിടുത്തെ വണ്ടി തുടക്കലല്ല. ഇതൊക്കെ അവനാൻ തന്നെ അങ്ങ് ചെയ്താ മതി. എടുത്തിയ തുണിയോടെ ചേ. അച്ഛൻ കുറെ നാളായി മരുമകളെ എടുത്ത് തലയിൽ വെക്കാൻ തുടങ്ങിയിട്ട്. ഇത് കാരണ ദയെ ഇവിടുന്ന് പോയത്. അല്ലാതെ ഞങ്ങൾ ശബരിയെ ചൂഷണം ചെയ്തിട്ടൊന്നുമല്ല. ആയിക്കോട്ടെ, ഞാനേ മരുമകളെ തലയിലെടുത്ത് വെക്കുന്ന കാണുമ്പോ നിനക്ക് പോണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പൊയ്ക്കോടി.
ഇവിടെ ഓരോരുത്തർക്കും ഓരോ പണിയുണ്ട്. എല്ലാം അനിതേനെ കൊണ്ട് ചെയ്യിച്ചേ ആരും ഇവിടെ സുഖിച്ചു കഴിയാമെന്ന് കരുതണ്ട. ചേച്ചി അനിതേടത്തെ എന്തെങ്കിലും പണി ഏൽപ്പിച്ച അത് മനസ്സിലാക്കാം. ധനേട്ടൻ എന്ത് അധികാരത്തിലാ അനിതേടത്തെ കൊണ്ട് സ്കൂട്ടർ ഓടിപ്പിക്കുന്നത്? ധനേട്ടനല്ല, ഞാനാ അവളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത്. മതിയടി മതി. നിന്റെ ഭർത്താവിനെ കൊണ്ട് സകല വേണ്ടാതീനവും ചെയ്യിപ്പിക്കുന്നത് നീയാ. ഇതേ നിനക്ക് നല്ലതിനല്ല, പറഞ്ഞേക്കാം. അനിതയ്ക്ക് വേണ്ടി അച്ഛനും ശബരിയും ഞങ്ങളെ തള്ളി പറയുന്നത് നിങ്ങൾക്കും അത്ര നല്ലതിനായിരിക്കില്ല. ദേ മനുഷ്യ, നിങ്ങളിനി ഒരു കാര്യത്തിനും അനിതയുടെ പേര് വിളിച്ചു പോവരുത്. നമുക്ക് നമ്മള് മതി. വണ്ടി ഞാൻ തുടച്ചോളാം. ദാ ഇത് പിടിക്ക്. വാ മോനെ, ഈ പാപത്തിൽ എനിക്ക് പങ്കില്ല. നമുക്ക് അകത്തോട്ട് പോവാം. കുറ്റം പറയാനായിട്ട്. അത് ഇവിടെ ഇട്ടേക്ക്, ഞാൻ തുടച്ചോളാം. ആ അങ്ങനെ തന്നെയാ, നിങ്ങൾ തന്നെ തുടക്കണം. താ പിടിക്ക്. അതെ, രാവിലെ തന്നെ കണ്ടവരെ കൊണ്ട് പറയിപ്പിക്കാൻ ഓരോന്നായിട്ട് ഇറങ്ങിക്കോളൂ. ഞാൻ പോവാ, അവിടെ നിന്ന് തുടക്കി. ഇതൊരു പുതിയ തലവേദനയാണല്ലോ രഘു. ഇതിന്റെ പിന്നിലെ കൈ ആരാണെന്നോ അവരുടെ ലക്ഷ്യം എന്താണെന്നോ വല്ല നിശ്ചയമുണ്ടോ നിനക്ക്? ഒന്നും അറിയില്ലെങ്കിലേ, ഇങ്ങനൊരു ലെറ്റർ വന്ന സ്ഥിതിക്ക് അത് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാന്ന് വെക്കാം. അതിലും വലിയ തലവേദന മറ്റൊന്നാ. അതെന്താ? വീട്ടിൽ ആ ലെറ്റർ വരുമ്പോ അവിടെ വിനയനുണ്ടായിരുന്നു. വിനയന? അപ്പോ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവൻ അമ്പിളിക്ക് പറഞ്ഞു കൊടുത്തേ. അത് അപകടമാണല്ലോ രഘു. അവന് നന്ദുവും ദയായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാവുന്നല്ലേ? അതെ, അത് അമ്മാവനെ അറിയിക്കുമെന്ന് പറഞ്ഞു. ചീരുവിനെ അവൻ കുറെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ട്. അല്ല, ഇത് അറിഞ്ഞതിന് ശേഷം അവന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താ? അതറിയില്ലെങ്കിലേ, അവന് ലെറ്ററിന്റെ ഫോട്ടോ അവന്റെ ഫോണിൽ എടുത്തിട്ടുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ അവനെന്തോ കണക്കൂട്ടി തന്നെയാണെന്ന് വേണം കരുതാൻ. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവൻ കളിക്കാൻ നിൽക്കൂലോ. എങ്ങനെയെങ്കിലും കേസ് പിൻവലിച്ച് കിട്ടാനല്ലേ അവൻ ശ്രമിക്കൂ. അതത്രേ ഉള്ളൂ. പക്ഷെ അതിനുവേണ്ടി ഇത്രയും നാൾ നമ്മുടെ പുറകെ റിക്വസ്റ്റ് ചെയ്ത് നടന്നവൻ നാളെ ദയയുടെ നന്ദുവിന്റെ കാര്യം പറഞ്ഞ് വല്ല ഡിമാൻഡും വെക്കുമെന്നാ.